വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കെഎസ്യു നേതാക്കളെ മുഖം മൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ വിവാദം. വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പോലീസിനെ പേ പിടിച്ചിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 3 കോടി രൂപയുടെ ഭരണാനുമതിയായി. ചിമ്മിനി ഡാമിൽ ചിൽഡ്രൻസ് പാർക്ക് അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. മായന്നൂരിൽ KSRTC ബസ്സിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. കൂട്ടിൽമുക്ക് സ്വദേശി രുക്മിണിയാണ് മരിച്ചത്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഭയന്ന് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്ക്. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാനിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. പോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറിഗേഷൻ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമ ലംഘനമെന്ന വാട്സാപ്പ് സന്ദേശത്തിന്റെ പേരിൽ പിഴ അടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 5.5 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. തട്ടിപ്പ് ബാങ്ക് അധികൃതരെ ഉടൻ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതി. വാർത്തകളിലേക്ക് വിശദമായി. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം. സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് K അസ്ലം എന്നിവരെയാണ് മുഖംമൂടിയിട്ട് കൈവിലങ്ങുമായി കോടതിയിലെത്തിച്ചത്. മുള്ളൂർക്കരയിലുണ്ടായ KSU SFI സംഘർഷത്തിന്റെ പേരിലെടുത്ത കേസിലായിരുന്നു പോലീസിന്റെ അസാധാരണ നടപടി. ഈ കേസിൽ ഒളിവിൽ പോയിരുന്ന ഗണേഷ് ആറ്റൂരിനെ കൊയിലാണ്ടിയിൽ നിന്നാണ് പിടികൂടിയത്. കേസിൽ ഗണേഷിനെ അന്വേഷിച്ച് അർദ്ധരാത്രി വീട്ടിലെത്തിയ പോലീസ് സംഘം വീട്ടുകാരോട് മോശമായി പെരുമാറിയതായി ആരോപണമുയർന്നിരുന്നു. മകൻ കൊടും ക്രിമിനലാണെന്നായിരുന്നു മാതാപിതാക്കളോട് വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ ആക്രോശം. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസും KSUവും നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. മാർച്ചിൽ പോലീസിനെ ആക്രമിച്ചതിനെതിരെയും കേസുണ്ടായി. അറസ്റ്റിലായ KSU നേതാക്കളെ തീവ്രവാദികളെ പോലെ കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. CI ഷാജഹാൻ CPMന്റെ ആജ്ഞാനുവർത്തിയെ പ്രവർത്തിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനിടെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയതിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ വടക്കാഞ്ചേരി CI ഷാജഹാനോട് തിങ്കളാഴ്ച ഹാജരായി വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് TCV. പിണറായിയുടെ പോലീസിനെ പേ പിടിച്ചിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. KSU നേതാക്കളെ മുഖംമൂടിയും കൈവിലങ്ങും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHOയുടേത് അസാധാരണ നടപടിയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പോലും അവഗണിച്ചാണ് KSU നേതാക്കളെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. SHO തരംതാണ CPMകാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി SHO UK ഷാജഹാൻ ഇവനാണ് സുചിത്തിര മർദ്ദിച്ചപ്പോ കുന്നംകുളത്തെ CI. അവൻ തന്നെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ. ഇവന് പേ പിടിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ പോലീസിനെ പേ അടങ്ങിയിരിക്കുകയാണ്. പേപ്പട്ടി പോലെയാണ് ഇവരിന്ന് കോൺഗ്രസ്സുകാരെ നേരിടുന്നത്. അത് പേപ്പട്ടികളെ എങ്ങനെയാണ് പൊതുജനം ചെയ്യുന്നതുണ്ടെങ്കിൽ അതേ രീതിയിലേക്ക് പോകേണ്ട സാഹചര്യം വരുത്തരുതെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഈ കാര്യത്തിൽ CIക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇങ്ങനെ ചെയ്യരുതെന്ന്. എന്നിട്ടും അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരു പോലീസുകാരനായല്ല അവിടെ ആക്ട് ചെയ്തത്. അദ്ദേഹം തരം താഴ്ന്ന 3ാംകിട CPMകാരനായിട്ടാണ് അയാൾ ആക്ട് ചെയ്തത്. പിണറായി വിജയന്റെ പോലീസിന്റെ ഇത്രയും ക്രൂരമായ നടപടികളാണ്. അതുകൊണ്ട് ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതുവരെ കോൺഗ്രസ് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷന് മുന്നിലെ സംസ്ഥാനപാത ഉപരോധിച്ചു. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, അഡ്വക്കേറ്റ് മായാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയും പ്രിയമുള്ളവരെ? SFIയും KSUവും തമ്മിൽ അക്രമം ഉണ്ടാകുന്നത് പതിവ് കാഴ്ചകളാ. എല്ലാ സ്ഥലങ്ങളിലും ഒരുപക്ഷെ ക്യാമ്പസിലൊക്കെ തന്നെ ഒരുപാട് മർദ്ദനങ്ങൾ KSUവിന്റെ SFIയുടെ ഉണ്ടാകാറുണ്ട്.
ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. ചിമ്മിനിയിൽ നടന്ന പുതുക്കാട് മണ്ഡലം ടൂറിസം പദ്ധതികളുടെ അവലോകന യോഗത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ അനുവദിച്ച 50 ലക്ഷം രൂപയ്ക്ക് സോളാർ ബോട്ട്, ബഗ്ഗി, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയവ ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കും. 1 കോടി രൂപയിൽ ബോട്ട് ലാൻഡിംഗ്, കഫ്തീരിയ തുടങ്ങിയവ പണിയുന്നതിനുള്ള എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചു. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി, 3 ട്രക്കിംഗ് പാക്കേജുകൾ എന്നിവ വിജയകരമായി നടത്തി വരുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗപ്പെടുത്തി വ്യൂ പോയിന്റ്, ഗാർഡൻ, പാർക്കിംഗ് ഗ്രൗണ്ട്, സെൽഫി പോയിന്റ് നവീകരണം എന്നിവയുടെ അനുമതിക്കായി എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കാനും തീരുമാനിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മേഖലയിൽ ശുചിമുറികൾ പണിയുന്നതിന് നടപടി സ്വീകരിക്കും. ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിന് ആലോചിക്കുന്നതായി MLA പറഞ്ഞു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, ചിമ്മിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ KM മുഹമ്മദ് റാഫി, ടൂറിസം പ്രോജക്ട് എഞ്ചിനീയർ KV വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് ബസ്സിൽ നിന്ന് ഗ്ലാസ് പൊട്ടിച്ച് പുറത്തു ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. ബസ്സിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാറയമ്പാടത്തെത്തിയപ്പോൾ പുക ഉയർന്നത്. തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെയെല്ലാം അതിവേഗം പുറത്തിറക്കിയ ശേഷം കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഓഫീസർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പുക ഉയരാനിടയാക്കിയ ബസിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാനിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരായ അമ്മയ്ക്കും മകനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളെ കൊണ്ടുവരാൻ പോയ തൃക്കൂർ പഞ്ചായത്തിന്റെ ബഡ് സ്കൂൾ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോയിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ഇടവഴിയിലേക്ക് തിരിയാൻ ശ്രമിച്ചതോടെ വാൻ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. മായന്നൂരിൽ KSRTC ബസ് ഇടിച്ച് വയോധിക മരിച്ചു. ബസ് കാത്തുനിന്ന കൂട്ടിൽമുക്ക് സ്വദേശി പ്ലാക്കിൽ വീട്ടിൽ 70 വയസ്സുള്ള രുക്മിണിയാണ് മരിച്ചത്. തൃശൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് രുക്മിണിയെ ഇടിച്ചത്. പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറിഗേഷൻ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ കോൾ കർഷകരാണ് ആശങ്കയിലായത്. പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ തുടങ്ങിയതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് പല പാടശേഖരങ്ങളും മുങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. കരുവാലിയും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ ഇവ നീക്കം ചെയ്ത എതിർദിശയിലേക്കാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. അന്തിക്കാട്, കൊടയാട്ടി, തോട്ടുപുര, അഞ്ചുമുറി, വാരിയം, കോൾപ്പടവ് തുടങ്ങിയ പാടശേഖരങ്ങളിൽ നിന്ന് അധിക വെള്ളം മെയിൻ കനാലിലേക്ക് പമ്പ് ചെയ്തു തുടങ്ങിയതോടെയാണ് കനാൽ നിറഞ്ഞ് ദിശ മാറിയൊഴുകാൻ തുടങ്ങിയതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ കഴിയും, നിറയെ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഈ കനാല് നിറഞ്ഞു കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്നിപ്പോൾ കാണുന്നത്. ഇത് നീക്കുന്നതിന് വേണ്ടി പല ഉദ്യോഗസ്ഥന്മാരെയും പലരെയും സമീപിച്ചെങ്കിലും ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം ഇവിടെ നിറഞ്ഞുകൊണ്ട് വാരിയമ്പടവ്, വിളക്കുമാടം, മഞ്ചുമുറി, തോട്ടുപുര, കൊടയാട്ടി തുടങ്ങിയ ഒരു 800 ഏക്കറോളം കൃഷി ചെയ്യാൻ വെള്ളം പമ്പ് ചെയ്യാനും കൃഷി ഇറക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ്. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ 2.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടത്തിലുള്ള സംഘം ഡ്രെഡ്ജർ ഉപയോഗിച്ച് ചണ്ടിയും കുളവാഴയും മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പുള്ളു മുതൽ കാഞ്ഞാണി പെരുമ്പുഴ പാലം വരെ 7 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മെയിൻചാലിലെ കുളവാഴകൾ ഇനിയും നീക്കം ചെയ്യാനുണ്ട്. 2 മാസം കൊണ്ട് 1 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ചണ്ടിയും കുളവാഴയും നീക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അശാസ്ത്രീയമായ രീതിയിലാണ് ഇവ നീക്കം ചെയ്യാൻ തുടങ്ങിയതെന്ന് കർഷകർ പറയുന്നു. ഞങ്ങളുടെ പടവിലെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ഇരിക്കുന്ന സമയമാണ്. ഇനി ഞങ്ങൾക്കുള്ളത് പമ്പിംഗ് ആണ്. ഈ പമ്പിങ് ഞങ്ങൾക്ക് നടത്തുന്നത് ഈ പുറംചാലിലേക്കാണ്. ഈ പുറംചാലിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചണ്ടിയും കുളവാഴയും നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ വെള്ളം ഞങ്ങൾ പമ്പ് ചെയ്യുമ്പോൾ ഒഴുകുന്നത് ഈ ചണ്ടി വൃത്തിയാക്കി എടുക്കുന്ന ഭാഗമാണ് കിഴക്കോട്ട് പുള്ള് പാലത്തിൻ്റെ കിഴക്കേ ഭാഗം. അവിടേക്ക് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ആ വെള്ളം വീണ്ടും പുള്ള് റോഡ് കവിഞ്ഞ് വാരിയമ്പടവിലേക്ക് കടന്ന്
വീണ്ടും വിളക്കുംപാടത്തേക്ക് വരാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മണലൂർ പഞ്ചായത്തിലെ രജമുട്ട് പടവ് മുതൽ പെരുമ്പുഴയിലൂടെ പുള്ളിലേക്ക് എന്ന ക്രമത്തിൽ മെയിൻ കനാൽ വൃത്തിയാക്കിയാൽ മാത്രമേ കനാലിന്റെ ഉള്ളൊഴുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു പകരം പുള്ളുഭാഗത്ത് നിന്നാണ് കുളവാഴയും മറ്റും നീക്കം ചെയ്യാൻ തുടങ്ങിയത്. 2 മാസം മുമ്പ് ആരംഭിച്ച വൃത്തിയാക്കൽ എങ്ങുമെത്താതെ നിർത്തിവെച്ച നിലയിലാണിപ്പോൾ. ഡ്രെഡ്ജർ കനാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണിപ്പോൾ. ഈ നിലയ്ക്ക് കൃഷി ഇറക്കാനായി എല്ലാ പടവുകളും വറ്റിക്കാൻ തുടങ്ങുന്നതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് ബണ്ട് ഉയരം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ വെള്ളമൊഴുകി പല പാടശേഖരങ്ങളും മുങ്ങുന്ന സ്ഥിതി ആവർത്തിക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. TCV തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വീണ്ടും വാർത്തകളിലേക്ക്. അന്തിക്കാട് കോൾപാടശേഖരത്തെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. TCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി വിത്ത് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് ഈ പാലത്തിലൂടെയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അന്തിക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ നിരവധി തവണ KLDC സമീപിച്ചെങ്കിലും പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്തിക്കാട് പടവ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കടവുമായിട്ട് ബന്ധപ്പെട്ട പാലമാ തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ KLDC ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും അവരതിന് വേറെമായ നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് KLDCയുടെ ഇപ്പോൾ തന്നെ ഇടപെട്ടിരുന്നു. അവർ എസ്റ്റിമേറ്റൊക്കെ എടുത്ത് വെച്ചെന്ന് പറയുന്നത്. പക്ഷേ അത് നടത്തി തരണ്ടേ. അപ്പോൾ അതുമായി ഒരു പാലത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ അന്തിക്കാട് പഞ്ചായത്തിലൊന്നും അങ്ങനെ ഒരു അപകടസ്ഥിതി വരേണ്ട കാര്യം, അതിനാവശ്യമായ ഫണ്ടൊക്കെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് MLA എന്ന നിലയിൽ, പ്രത്യേകിച്ച് അന്തിക്കാട്ടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് പൈസ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതായിട്ട് ബന്ധപ്പെടാനോ കഴിഞ്ഞിട്ട് അതുകൊണ്ട് വളരെ ചർച്ചയായി പോകുന്ന ഈ പാലത്തെ വീണ്ടും പെട്ടെന്ന് അത് പണി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ KLDC ആയിട്ട് അതിൻ്റെ ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചിട്ട് അവരൊന്ന് എസ്റ്റിമേറ്റൊക്കെ എടുത്ത് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമ ലംഘനമെന്ന പേരിൽ വാട്സാപ്പിൽ വന്ന സന്ദേശമനുസരിച്ച് പിഴ അടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 5,88,500 രൂപ നഷ്ടമായി. തട്ടിപ്പ് അറിഞ്ഞുടൻ ബാങ്ക് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അബ്ദുൾ ബാസിത്തിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടമായത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ബാസിത്തിന്റെ വാട്സപ്പിലേക്ക് APK ഫയലായി സന്ദേശം വന്നത്. ട്രാഫിക് സിഗ്നൽ ലംഘനത്തിന് 500 രൂപ പിഴ അടയ്ക്കണമെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. എന്തെങ്കിലും വിധത്തിൽ ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടാകുമെന്ന ധാരണയിൽ ഫൈൻ അടയ്ക്കാൻ മെസ്സേജ് പ്രകാരം ആധാർ നമ്പറും പേരും ടൈപ്പ് ചെയ്തു. പിന്നീട് ഫോണിലേക്ക് തുടർച്ചയായി OTPകൾ വരാൻ തുടങ്ങി. ബാങ്കിന്റെ ആപ്പിലും കയറാൻ പറ്റാതെയായി. ഇതോടെ അക്കൗണ്ടുകളുള്ള ഇൻഡസിൻഡ് ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിൽ വിവരമറിയിച്ചു. എന്നാൽ ബാങ്ക് ജീവനക്കാർ വിഷയം ഗൗരവത്തിലെടുത്തില്ലെന്ന് ബാസിത്ത് പറഞ്ഞു. ഇതിനിടെ ഫോൺ പതിവില്ലാത്ത വിധം ചൂടാകുന്ന അനുഭവം ഉണ്ടായി. തുടർന്ന് വൈകിട്ടോടെ 5 തവണയായി പണം നഷ്ടപ്പെടുകയായിരുന്നു. 2 പേരുടെയും ജോയിന്റ് അക്കൗണ്ടുകളിൽ നിന്നും അബ്ദുൾ ബാസിത്തിന്റേത് മാത്രമായ അക്കൗണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത്. വ്യക്തതയില്ലാത്ത ഒരുപാട് സന്ദേശങ്ങളും ഫോണിൽ വരികയുണ്ടായി. പിറകെ വാട്സപ്പും നഷ്ടമായി. ഇതോടെയാണ് എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടതായും RTO സന്ദേശം വ്യാജമാണെന്നും വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് ബാസിത്ത് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
യറവ് ആറാംകല്ലിലെ കള്ളുഷാപ്പ് സമീപത്തുള്ള ക്ഷേത്രവുമായുള്ള ദൂരപരിധി ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന പരാതിയിൽ പരിശോധനയ്ക്കൊരുങ്ങി തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. തൃശൂർ സ്വദേശി പ്രണവത്തിൽ എം ഉണ്ണികൃഷ്ണമേനോൻ നൽകിയ പരാതിയിലാണ് നടപടി. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് ദൂരപരിധി ലംഘനം സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പരാതിക്കാരനെ അറിയിച്ചു. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക്. മന്ത്രി വീണ ജോർജാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയാണ് പുരസ്കാരത്തിന് അർഹമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കണ്ടെത്തിയത്. ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക, സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ സ്കോർ, ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗം, ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത്. 10 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഗുരുവായൂർ എക്സ്പ്രസിൽ നിന്ന് യാത്രക്കാരന്റെ പണവും ഫോണും രേഖകളും അടങ്ങിയ ബാഗ് കവർന്നു. ചൊവ്വല്ലൂർ സ്വദേശി ചെമ്പകത്ത് ബിജുവിന്റെ ബാഗാണ് മോഷണം പോയത്. 4500 രൂപയും ഫോണും, ആധാർ കാർഡ്, ATM കാർഡ് തുടങ്ങിയ വിവിധ രേഖകളുമാണ് ബാഗിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്നത്. ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ മോഷണം പതിവാണെന്ന് യാത്രക്കാർ പറഞ്ഞു. CCTV പ്രവർത്തനക്ഷമമല്ലാത്തതും RPF-ൽ പരാതി നൽകാൻ സംവിധാനമില്ലാത്തതും മോഷ്ടാക്കൾക്ക് തണലാകുകയാണ്. ചന്ദനമരങ്ങൾ മുറിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യപ്രതിയെ വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. വീരപ്പൻ ജോയി എന്നറിയപ്പെടുന്ന പുതുശ്ശേരി ജോയിയാണ് അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര റേഞ്ച് പരിധിയിൽ മാത്രം നിരവധി കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾക്ക് അന്തർ സംസ്ഥാന ചന്ദനക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PA അനൂപ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് ജോർജ്, ബീറ്റ് ഓഫീസർമാരായ KS ദിബു, VU വിത തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വീടിന് അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് പരാതി. നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ. വരന്തരപ്പിള്ളി നന്ദിപുലത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. നന്ദിപുലം കരുമാലി വീട്ടിൽ മുരളീധരനാണ് തന്റെ വീടും കടയ്ക്കും ഭീഷണിയായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരങ്ങൾ മുറിച്ചു നീക്കാൻ വരന്തരപ്പിള്ളി പഞ്ചായത്തിൽ പരാതി നൽകിയത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും മരങ്ങൾ അപകടകരമായ രീതിയിലുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും എടുത്തില്ലെന്നാണ് മുരളീധരന്റെ ആക്ഷേപം. 2.5 മാസത്തോളമായി എൻ്റെ വീടിൻ്റെ മുന്നിലെ പീടികയുടെ മുകളിലേക്ക് തൊട്ടടുത്തുള്ള 4 മരങ്ങൾ ഭീഷണിയായിട്ട് നിൽക്കുന്നത്. ഇതിനെപ്പറ്റി അവരോട് സ്വന്തമായിട്ട് പറയും. മൊത്തത്തിൽ നാട്ടിലെ ആൾക്കാർക്ക് പറഞ്ഞിട്ട് ആരും കൂട്ടാക്കിയില്ല. ഏറ്റെടുക്കാൻ പഞ്ചായത്തിനെ സമീപിച്ചു. പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തു. പഞ്ചായത്ത് അവരുടെ ആൾ വന്ന് നോക്കി ഒരാഴ്ചക്കകത്ത് മറുപടിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ 2-3 വട്ടം പഞ്ചായത്തിൽ നിന്നപ്പോൾ അവരോട് ഞങ്ങൾക്ക് അതിന് വരാൻ ഒഴിവില്ല, ഈ സെക്രട്ടറിയുടെ അനാസ്ഥയാണെന്നാണ് എൻ്റെ അറിവ്. ഇതുമായി ബന്ധപ്പെട്ട് 2.5 മാസമായി പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുകയാണ് വീട്ടുടമ. 4 മരങ്ങളാണ് ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലുള്ളത്. മരത്തിന്റെ വേരുകൾ ഇറങ്ങി കടയുടെ ചുമരുകൾക്ക് നാശം സംഭവിച്ചെന്ന സ്ഥിതിയാണ്. കാറ്റ് വീശിയാൽ ഈ മരങ്ങൾ വീടിനും കടകൾക്കും മുകളിലേക്ക് മറിഞ്ഞു വീണ് കനത്ത നാശനഷ്ടവും ആളപായവും സംഭവിക്കാനിടയുണ്ടെന്ന ഭീതിയിലാണ് മുരളീധരനും കുടുംബവും കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പഴയന്നൂർ മലേശമംഗലത്ത് നിന്നും ടാർ ബാരലുകൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ.
പാലക്കാട് കോട്ടായി സ്വദേശി മാരിയിൽ വീട്ടിൽ അയ്യപ്പൻകുട്ടി, തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മൊയ്തീൻ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാളെ നേരത്തെ പിടികൂടിയിരുന്നു. ഒരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ MDMAയുമായി യുവാവ് പിടിയിൽ. ശ്രീനാരായണപുരം കട്ടൻ ബസാർ കുഴിയാറ സ്വദേശി കറപ്പം വീട്ടിൽ അഫ്താഫ് മുഹമ്മദിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കിടപ്പുമുറിയിൽ നിന്ന് 2.765 ഗ്രാം MDMAയും കഞ്ചാവും പിടിച്ചെടുത്തു. ഏതാനും നാളുകളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വേലൂരിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് മനപ്പടി പടിഞ്ഞാക്കരത്തൊടി വീട്ടിൽ രാഹുൽ, നെല്ലുവായി താത്തിരിയാട്ട് വീട്ടിൽ മാധവ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണ്ണാഭരണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തി മാലയെടുത്ത് ഓടിപ്പോവുകയും പിന്നീട് സ്കൂട്ടറിൽ കയറി കടന്നു കളയുകയുമായിരുന്നു. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPI ഒപ്പുശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK വിനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം മോഹനൻ ചള്ളിയിൽ, ഷൈജു കാട്ടുങ്ങൽ, EH സഹീർ തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടി മണ്ടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പേളയ്ക്ക് സമീപം കാടുകുറ്റി സ്വദേശി ഷിനോജ്, മുരിങ്ങൂർ സ്വദേശി ഡിഫിൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിലായി. കോടശ്ശേരി മേച്ചിറ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജിഷ്ണു, കാര്യകടൻ വീട്ടിൽ സുജേഷ്, മടത്തിപ്പറമ്പിൽ വീട്ടിൽ സനീഷ്, ഇരിങ്ങാലക്കുട സ്വദേശി തെറ്റയിൽ വീട്ടിൽ ജിസ്മോൻ, ചാലക്കുടി ചൌക്ക സ്വദേശി എടാർത്ത് വീട്ടിൽ അജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാറയമ്പാടം പടിഞ്ഞാറെ അങ്ങാടിയിൽ വീണ്ടും പൈപ്പ് പൊട്ടി. കഴിഞ്ഞ ദിവസം പൊട്ടിയ അതേ സ്ഥലത്താണ് വീണ്ടും പൈപ്പ് പൊട്ടിയത്. ഇതോടെ റോഡും തകർന്നു. നിലവിൽ പഴഞ്ഞിക്കാവ് റോഡിന് സമീപം പൈപ്പ് മാറ്റി സ്ഥാപിക്കലും റോഡ് നിർമ്മാണ പ്രവർത്തികളും നടക്കുന്നതിനാൽ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. 3 ദിവസം മുൻപാണ് അറ്റകുറ്റപ്പണി നടത്തി റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചത്. ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDS വാർഷികം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ദു വിജയൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, ക്ഷേമകാര്യ ചെയർപേഴ്സൺ പ്രീതി ബാബു, CDS ചെയർപേഴ്സൺ സുബി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. മാറ്റങ്ങൾ നഗരസഭയിലെ വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂരിന് ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ സ്വീകരണം നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബു ബോച്ചയെ പൊന്നാട അണിയിച്ചു. സെക്രട്ടറി II അബ്ദുൾ മജീദ്, ട്രഷറർ KV ജയൻ, നഗരസഭാ കൗൺസിലർ VJ ജോജി, അഡ്വക്കേറ്റ് PK സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിൽ കേരളോത്സവ വിളംബര ഘോഷയാത്ര നടത്തി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന വിളംബര ഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീബ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി, സരിത രാജു, MT മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 13, 20, 21, 27, 28 തീയതികളിലാണ് പാവറട്ടി പഞ്ചായത്തിൽ കേരളോത്സവം നടക്കുന്നത്. കുന്നംകുളം കണിയാമ്പാലിൽ യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണിയാമ്പാൽ സ്വദേശി കരിവന്നൂർ വീട്ടിൽ നാരായണന്റെ മകൻ 39 വയസ്സുള്ള സനിന്ദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മമ്മിയൂർ ദേവസ്വം നൽകിവരുന്ന മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ സ്മാരക പുരസ്കാരത്തിന് കൂത്ത് കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രാമചാക്യർ അർഹനായി. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
ആർ പരമേശ്വരൻ, വി പി ഉണ്ണികൃഷ്ണൻ, വി പി ആനന്ദൻ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. നവരാത്രി ആഘോഷത്തിന്റെ ഉദ്ഘാടന ദിവസമായ ഈ മാസം 21-ന് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഷാജി എന്നിവർ അറിയിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടുനേർച്ചയും ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച നടക്കുന്ന ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ റാഫി മഞ്ഞളി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കൂട് തുറക്കൽ ചടങ്ങ് നടക്കും. ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ലാസർ താണിക്കൽ, സഹവികാരി ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ, കൈക്കാരൻ മെൽജിൻ മഞ്ഞളി, ജനറൽ കൺവീനർ സനൽ മഞ്ഞളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചിറ്റിലപ്പള്ളി IES പബ്ലിക് സ്കൂളിൽ മാതൃകാ ഐക്യരാഷ്ട്ര സഭാ സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ അംബാസഡർ TP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. IES എഡ്യൂക്കേഷൻ സിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. IES ജനറൽ സെക്രട്ടറി ഉമ്മർ, വൈസ് പ്രസിഡന്റ് റഫീഖ്, അക്കാദമിക് ചെയർമാൻ PK മുഹമ്മദ് അലി, പ്രിൻസിപ്പൽ CA ബീന തുടങ്ങിയവർ സംസാരിച്ചു. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുവ തേർവീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. മദ്യപിച്ച് സ്ഥിരമായി ഉപദ്രവിക്കുന്നത് കാരണം ഭാര്യയായ സിന്ധു കൂട്ടുകാരുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ഇതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർമാരായ രഘു, മുഹമ്മദ് റാഫി തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃപ്രയാർ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് മദ്യലഹരിയിൽ മധ്യവയസ്കനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചയാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാർ സ്വദേശി ചേർക്കര തണ്ടയാൻ വീട്ടിൽ ബിനു സോയനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴുവിൽ സ്വദേശി അന്തിക്കാടൻ വീട്ടിൽ ഗോപിയെയാണ് പ്രതിയെ ആക്രമിച്ചത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,200 രൂപ, പവന് 81,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSU നേതാക്കളെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ വിവാദം. വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പോലീസിനെ പേ പിടിച്ചിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് താജൻ. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 3 കോടി രൂപയുടെ ഭരണാനുമതിയായി. ചിമ്മിനി ഡാമിൽ ചിൽഡ്രൻസ് പാർക്ക് അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. മായന്നൂരിൽ KSRTC ബസ്സിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. കൂട്ടിൽമുക്ക് സ്വദേശി രുക്മണിയാണ് മരിച്ചത്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഭയന്ന് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്ക്. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാനിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. കോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറിഗേഷൻ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമ ലംഘനമെന്ന വാട്സാപ്പ് സന്ദേശത്തിന്റെ പേരിൽ പിഴ അടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 5.5 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. തട്ടിപ്പ് ബാങ്ക് അധികൃതരെ ഉടൻ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.